ഹായ് ഡിയേഴ്സ്, ഞാൻ Mubashira Farooq. ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ലിയ മൻസിലിൻ്റെ കിച്ചൺ ഗാർഡൻ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. കണ്ടംപററി സ്റ്റൈലിൽ മനോഹരമായി പണിതീർത്ത ഈ വീടിൻ്റെ കംപ്ലീറ്റ് ഹോം ടൂർ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ചാനൽ ലൈക്ക് കാർഡിലും അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ ഇതാ ഈ വീടിൻ്റെ കിച്ചണാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 350 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു മോഡുലർ കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. ടെഫൻ ഗ്ലാസ്സിൽ സ്ലൈഡിംഗ് ഡോറാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇതാ ഈ കാണുന്നതാണ് ഈ കിച്ചൻ്റെ ടോട്ടൽ വ്യൂ. കംപ്ലീറ്റ് വൈറ്റ് ആൻഡ് വുഡൻ തീമിലാണ് ഈ ഒരു കിച്ചൺ പണി കഴിപ്പിച്ചിരിക്കുന്നത്. കിച്ചണിൻ്റെ ഗ്ലാസ് ഡോർ ഓപ്പൺ ചെയ്ത് അകത്തേക്ക് കടക്കുമ്പോൾ സെൻട്രലായിട്ട് തന്നെ ഇവിടെ ഒരു കൗണ്ടർ ടോപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ടേബിൾ പർപ്പസിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു വശത്ത് ഇതാ കംപ്ലീറ്റ് ഒരു വുഡൻ ഷീറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു സൈഡിലായിട്ട് ഡ്രോസും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൗണ്ടർ ടോപ്പ് ചെയ്തിരിക്കുന്നത് നാനോ വൈറ്റിലാണ്. Is everybody in the world blind? Please Lord give me a sign, a sign. I feel like I'm losing my mind. Is everybody in the world blind? Please Lord give me a sign. കിച്ചൺ ഡോറിൻ്റെ വലതുവശത്തായിട്ടാണ് ഈ ഒരു ടാൾ യൂണിറ്റ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഷോ പീസ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ നല്ല സ്പോട്ട് ലാമ്പ്സുകൾ കൊടുത്തിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. ഈ ഒരു സ്പേസിൽ തന്നെയാണ് ഓവൻ സെറ്റപ്പും ചെയ്തിരിക്കുന്നത്. ഈ ഓവൻ അതുപോലെ തന്നെ ടാൾ യൂണിറ്റ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് ഹഫേലെ കമ്പനിയുടേതാണ്. ഗ്ലാസ് ഫിനിഷിങ്ങിലാണ് ഇതിൻ്റെ റാക്കുകളൊക്കെ വരുന്നത്. Feel like I'm losing my mind. Is everybody in the world blind? Please Lord give me a sign. ഫ്ലോർ വർക്കിനായിട്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇറ്റാലിയൻ മാർബിൾ ആണ്. ഇനി ഇവിടുത്തെ റെഫ്രിജറേറ്റർ നോക്കുകയാണെങ്കിൽ LGയുടെ 4 ഡോർ റെഫ്രിജറേറ്ററാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫ്രിഡ്ജിൽ ഈ കാണുന്നത് പോലെ വാട്ടർ ആണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് ഐസ് ക്യൂബ്സ്, ഐസ് ഗ്രേറ്റിംഗ് ഇതൊക്കെ ഒരു സ്വിച്ച് പ്രസ്സിലൂടെ തന്നെ ഒരു ടച്ചിലൂടെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. I feel like I'm losing my mind. Is everybody in the world blind? Please Lord give me a sign, a sign. I feel like I'm losing my mind. Is everybody in the world blind? Please Lord give me a sign, a sign. I wanna be the greatest. Everybody on the fake shit. I look around and feel like everybody is the fakest. I make this every day and I'm impatient, hoping one day I blow up from the basement. Statement. ഫ്രിഡ്ജിൻ്റെ ടോപ്പിലായിട്ട് സ്പോട്ട് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതിന് സൈഡിലായിട്ട് മറ്റൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതിൻ്റെ താഴെയായിട്ടാണ് നമുക്ക് സിങ്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു സിങ്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് നാനോ ബ്ലാക്കിലാണ്. അഡ്ജസ്റ്റബിൾ ടാപ്പാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. Think is amazing, waiting for my day when I'm playing sold out shows for 1,000 faces. Hey, give me that crown, get in my way and to be put down. It ain't your place, all this my town. If I want that shit, then I'll get it right now. I'm losing it, the noose it fits, some losing shit, a stupid myth. You choose to live or choose to dip, you choose to fight or lose your grip and lose a gift. Oh, I feel like I'm losing my mind. Is everybody in the world blind? Please Lord give me a sign. നാനോ വൈറ്റിലാണ് ഈ ഒരു കൗണ്ടർ ടോപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ഒരു കബോർഡ് വർക്ക് എല്ലാം ചെയ്തിട്ടുള്ളത് ഗ്ലാസ് ഫിനിഷിങ്ങിലാണ്. എല്ലാ തരത്തിലുള്ള ആക്സസറീസും സെറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു കിച്ചൺ റെഡിയാക്കിയിരിക്കുന്നത്. No mercy in this world, just hunger thirsty persons in different versions, each new update that shit worsens. Why? Pull back the curtain and you'll see the different vermin. We all have different burdens that all seem to cause disturbance. Yo, so do me a favor, don't treat me like a neighbor. Don't need the different flavors of your problems just to savor. I've got my own issues, I need a comb to get through. Don't need to groan with you, just go get your own tissue.
feel like I'm losing my mind. Is everybody in the world blind? Please, Lord, give me a sign, a sign. I feel like I'm losing my mind. Is everybody in the world blind? Please, Lord, give me a sign, a sign. That's it, the end of the song. Next time you'll sing along. Trust me, there's nothing wrong. I just need to carry on, cause society's a myth put there to make you sit. Listen to what they give. Don't ask questions, shut your lid. Yeah, don't ask questions, shut your lid. I need to run away from this and go get off the grid. Feel like my brain is overloaded, man, I'm losing. ഇനി കിച്ചണിൽ ഇവിടെ നമുക്ക് സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം സാധനങ്ങളെല്ലാം നമുക്ക് കീപ്പ് ചെയ്യാൻ ഇത് ഹെൽപ്ഫുള്ളാണ്. ഇനി ഈ ഒരു സൈഡിലായിട്ടാണ് നമുക്ക് വർക്ക് ഏരിയയ്ക്കുള്ള ഡോർ കൊടുത്തിട്ടുള്ളത്. ഇവിടുത്തെ കംപ്ലീറ്റ് ഡോറുകളും ചെയ്തിട്ടുള്ളത് തേക്ക് വുഡിൽ തന്നെയാണ്. 400 സ്ക്വയർ ഫീറ്റാണ് ഈ ഒരു വർക്ക് ഏരിയ വരുന്നത്. ഇവിടെ ഈ ഒരു സെൻട്രലായിട്ട് തന്നെ ഒരു റൗണ്ട് ടാബിൾ കൊടുത്തിട്ടുണ്ട്. 4 ചെയറിൽ വരുന്ന ടാബിളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ചെയറെല്ലാം ചെയ്തിട്ടുള്ളത് റെക്സിനിലാണ്. അതുപോലെ തന്നെ ഈ ടാബിൾ ടോപ്പ് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് ടെഫൺ ഗ്ലാസ്സിലാണ്. എൽ ഷേപ്പിലാണ് ഇവിടുത്തെ കൗണ്ടർ സ്ലാബുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടുത്തെ കബോർഡുകളെല്ലാം ചെയ്തിട്ടുള്ളത് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ്. ഒരു ആഷ് കളറിലാണ് ഈ ഒരു കിച്ചൺ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആഷ് ആൻഡ് ബ്ലാക്ക് തീമാണ് കൊടുത്തിട്ടുള്ളത്. ഇതാ ഇങ്ങനെ ഈ ഒരു സൈഡിലായിട്ടാണ് ഇവിടുത്തെ സിങ്ക് കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ ഒരു സിങ്കിൻ്റെ സൈഡിലായിട്ട് തന്നെ നമുക്ക് ഈ ഗ്രിൽ വർക്കാണ് ഇവിടെ കംപ്ലീറ്റ് ഈ ഒരു കിച്ചണിന് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല വെൻറ്റിലേഷൻ ഇങ്ങോട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ ഇവിടുത്തെ ടാപ്പ് ചെയ്തിട്ടുള്ളത് അഡ്ജസ്റ്റ്മെൻറ്റ് ടാപ്പാണ്. ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ഇവിടുത്തെ സ്റ്റൗവ് അതുപോലെ തന്നെ വിറകടുപ്പൊക്കെ കാണാം. അതിനൊക്കെ താഴെയായിട്ടും മുകളിലായിട്ടൊക്കെ സ്റ്റോറേജ് സ്പേസുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ വാളിൽ വൈറ്റ് ടൈല് അപ്പോക്സി ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് ഈ ഒരു വർക്ക് ഏരിയയ്ക്ക് 2 ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് ഫസ്റ്റ് ഡോറ്. ഗ്രില്ലിലാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. ഈ ഇൻഡസ്ട്രിയൽ വർക്കിൽ ചെയ്ത് ഈ ഡോറ് ഓപ്പൺ ചെയ്ത് നമ്മളിതാ ഇങ്ങ് പുറത്തേക്ക് കിടക്കുമ്പോൾ ഇവിടെ നമുക്കിതാ വിറക് സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ ഇവിടുത്തെ റൂഫിങ് ചെയ്തിരിക്കുന്നത് സെറാമിക് ഓഡിലാണ്. അത് ഇൻഡസ്ട്രിയൽ വർക്കിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ വീടിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് പ്ലാന്റ്സുകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഏതൊരു ഏരിയയിലാണെങ്കിലും ഇഷ്ടം പോലെ പ്ലാന്റ്സുകൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഈ സൈഡിൽ ഇഷ്ടം പോലെ പ്ലാന്റ്സുകൾ കൊടുത്തിരിക്കുന്നത് കാണാം. ഈ ഒരു സൈഡിലായിട്ടാണ് ഇവിടുത്തെ ഒരു ടോയ്ലറ്റ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഈ ഒരു ക്ലോസറ്റ് ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ ക്ലോസറ്റിലാണ്. ഇനി ഇങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വാളിൻ്റെ താഴെയായിട്ട് ഇവിടെ ഗ്യാസ് സിലിണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നതും അതുപോലെ തന്നെ അതിനോട് കൂടെ തന്നെ ഷൂ റാക്കും കൊടുത്തിരിക്കുന്നത് കാണാം. ഇൻഡസ്ട്രിയൽ വർക്കിലാണ് അതെല്ലാം ചെയ്തിട്ടുള്ളത്. പിന്നെ ഇങ്ങോട്ട് ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ ഈ ഒരു വിറകിൻ്റെ റാക്കുകളും ചെയ്തിട്ടുള്ളത് ഇൻഡസ്ട്രിയിലാണ്. ഇവിടെയാണ് അലക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഡിഷ് വാഷിനായിട്ട് നല്ലൊരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അലക്കാനുള്ള ഒരു ഏരിയ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കിച്ചണിൻ്റെ ഫ്ലോർ നോക്കാം. കിച്ചൺ ഫ്ലോർ ചെയ്തിട്ടുള്ളത് കട്നി മാർബിളാണ്. ഒരു ഗ്രീനിഷ് ഷെയ്ഡ് വരുന്ന രൂപത്തിലാണ് ഈ ഒരു മാർബിൾ ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് മറ്റൊരു ഡോർ കൂടെ കാണാം. ഈ ഇൻഡസ്ട്രിയൽ വർക്കിൽ ചെയ്തിട്ടുള്ള ഈ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് മനോഹരമായ ഒരു കോർട്ട്യാർഡിലേക്കാണ്. ഈ കോർട്ട്യാർഡ് ഈ വീടിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് ആണ്. ഡൈനിങ് ഹാളിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മനോഹരമായിട്ട് ഈ വ്യൂ ഒക്കെ ആസ്വദിക്കാൻ പറ്റുന്ന സെറ്റപ്പിലാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഈ ഡൈനിങ് ഹാളിൻ്റെ ഈ ഒരു സൈഡിലെ വാൾ കംപ്ലീറ്റ് ഇതിന് കൊടുത്തിട്ടുള്ളത് ഗ്ലാസ്സിലാണ്. അത് നല്ല മനോഹരമായിട്ട് തന്നെ നമുക്ക് ഡൈനിങ് ഹാളിൽ ഇരുന്നുകൊണ്ട് ഈ ഒരു വ്യൂ കംപ്ലീറ്റ് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ ഹോം ടൂർ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഫാമിലിയിലേക്കൊക്കെ നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഈ മനോഹരമായി സെറ്റ് ചെയ്തിരിക്കുന്ന ഈ കോർട്ട്യാർഡിൽ ഫ്ലോർ ചെയ്തിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് മാറ്റാണ് കൊടുത്തിട്ടുള്ളത്. Let's go.
അതുപോലെ ഇതിൻ്റെ റൂഫിംഗ് ചെയ്തിട്ടുള്ളത് ഇൻഡസ്ട്രിയൽ വർക്കിൽ CNC കട്ടിംഗ് വിത്ത് അതിനിടയിലേക്ക് ആയിട്ട് ജാളി ബ്രിക്ക് കൂടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു മാറ്റിൽ ഇടയ്ക്കിടയ്ക്ക് നല്ല നാച്ചുറൽ സ്റ്റോൺ, റൗണ്ടിൽ കട്ട് ചെയ്തിരിക്കുന്ന നാച്ചുറൽ സ്റ്റോൺ ഇടയ്ക്ക് കൊടുത്തിരിക്കുന്നതും അതിനെ മനോഹരമാക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് കാണാനുള്ള മറ്റൊരു കാഴ്ച എന്ന് പറയുന്നത് ഇവിടെ ഒരു വാട്ടർഫാൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലൊക്കെ ആയിട്ട് മനോഹരമായിട്ടുള്ള ആന്തൂറിയം പ്ലാന്റ്സുകളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ വിശാലമായിട്ടുള്ളൊരു ഗാർഡൻ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ കംപ്ലീറ്റ് നല്ല ഒരു ഫ്രൂട്ട് പ്ലാന്റ്സുകൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫാം തന്നെയുണ്ട്. പിന്നെ ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ സൈഡിലൊക്കെ ആയിട്ട് നാച്ചുറൽ ഗ്രാസ് ആണ് കൊടുത്തിട്ടുള്ളത്. നാച്ചുറൽ ഗ്രാസ്, ബഫലോ ഗ്രാസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. Let's go. I wake up to a little bit of drool on my pillow, feel like it's gonna be a bad day. Yeah, I'm tired of shit and the coffee ain't hit yet. Damn, ain't that great. എല്ലാ ബാമ്പു ഉണ്ടല്ലോ, കംപ്ലീറ്റ് ഈ ഒരു വീടിൻ്റെ എല്ലാ സൈഡ് നോക്കിയാലും നല്ലൊരു ഗ്രീനിഷ് ആണ്. അടിപൊളിയായിട്ട് പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല ഒരു പ്രത്യേക ഒരു ലുക്ക് തന്നെ ഇതിന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് വൈറ്റ് ഹൗസ് വിത്ത് ഗ്രീനിഷ് ഗാർഡൻ. അതുപോലെ തന്നെ സൈഡിലൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ യുജീനിയ പ്ലാന്റ്സുകൾ, അതേപോലെ തന്നെ പാം വെറൈറ്റീസ്, പിന്നെ അങ്ങനെ ഒരുപാട് അരേലിയ പ്ലാന്റ്സുകളുടെ ഒക്കെ ഇതെല്ലാം നല്ല കട്ട് ചെയ്ത് നല്ല സെറ്റാക്കി നിർത്തി മനോഹരമായ ഒരു ഗാർഡൻ തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. I need a change in my life, cause I don't feel alive and there's nothing that makes me happy. Hold my beer for a minute, I'm about to quit my job, cash in for a ticket. I'm going on a trip and I don't plan to visit. I'm gonna stay there till I feel like I'm winning, and this is just the beginning. I need a big change, help me feel like living. I need a big swing, home runs I'm hitting, and I'll never look back, moving on till I get it all. And we all got dreams, we all want things, but what you gonna do for it? How you gonna move for it? What you gonna be? And do you believe you can do anything? But what you gonna do for it? How you gonna move for it? What you gonna be? ഇവിടെ ദാ ഈ ഒരു സെറ്റ് ചെയ്തിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഓവുചാലാണ്. അപ്പോൾ ഇവിടേക്ക് വീഴുന്ന വെള്ളം ഒക്കെ ഇതിൽ കൂടെ ഒഴുകി പുറത്തേക്ക് കളയാനാണ് ഇങ്ങനെ ഒരു സംഭവം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടേക്ക് നല്ല ഭംഗിയുള്ള ഒരുപാട് പ്ലാന്റ്സുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഒരു സ്ഥലമാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ കംപ്ലീറ്റ് ഒരു റബ്ബർ തോട്ടങ്ങളാണ്. അതുകൊണ്ട് തന്നെ നല്ല ഒരു വ്യൂ തന്നെയാണ് ഈ ഒരു സൈറ്റിനുള്ളത് എന്നുള്ളതാണ് വളരെ ഹൈലൈറ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം. ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഷെഫ്ലോറ പ്ലാന്റ്സുകളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇങ്ങനെ ഓരോ ഭാഗത്തും ഓരോ പ്ലാന്റ്സിൻ്റെ വെറൈറ്റീസാണ്. ആ ഒരു സെറ്റ് ഓഫ് പ്ലാന്റ്സുകൾ ഒരുമിച്ച് വെച്ചിട്ടാണ് ഈ ഒരു ഗാർഡൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിലേക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ മനോഹരമായിട്ടുള്ള ഈ ഒരു വീടിൻ്റെ ഹോം ടൂർ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടു നോക്കാൻ മറക്കരുത്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഞാനതിലെ കമൻറ്റിലും പിൻ ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പം ഇത്രയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, സി യു, ടേക്ക് കെയർ. But what you gonna do for it? How you gonna move for it? What you gonna be?